കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനായകനായിട്ട് ജയറാമേട്ടനെ കണ്ടിട്ട് വർഷങ്ങളായി. ആ വർഷങ്ങൾക്ക് ശേഷം ആശകളായിരത്തിലൂടെ കണ്ടതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആശകളായിരം എന്ന സിനിമ കണ്ടിറങ്ങി വന്നൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ സന്തോഷം എന്നതാണ് ഒറ്റവാക്കി പറയാനുള്ളത്. മമ്മൂക്കിക്ക് ഇപ്പോൾ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞ പോലെ തന്നെ സന്തോഷം ആയിരുന്നു എന്നത് വേണമെങ്കിൽ തന്നെ പറയാൻ. ഒറ്റവാക്കി പറയാനാണെങ്കിൽ ഇറ്റ്സ് എ ഫാമിലി ഫീൽ ഗുഡ് പടം. ഒരു ഇമോഷണൽ റൈഡൊക്കെ ഉള്ള, അത്യാവശ്യം നല്ല തമാശകളുള്ള, ഒരു അച്ഛൻ മകൻ കോൺഫ്ലിക്റ്റിൽ അവസാനം എല്ലാം കൂടെ കലങ്ങി തെളിഞ്ഞ് ശുഭം എന്ന് കാണിക്കാൻ കഴിയുന്ന പഴയ ജയറാം ടെംപ്ലേറ്റ് സിനിമ തന്നെയാണ് ആശകളായിരം എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ വിളിക്കാം. പെർഫോമൻസ് വൈസ് ജയറാം കാളിദാസ് ജയറാം തമ്മിൽ കട്ടയ്ക്ക് കോമ്പറ്റീഷൻ ഒന്നും ഞാൻ പറയത്തില്ല. കാരണം ജയറാം ഏട്ടൻ അങ്ങ് നിൽക്കുകയാണ്. അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കാളിദാസ് ശ്രമിക്കുന്നുണ്ട് എന്നതാണ് തോന്നിയത്. പല സീൻസിലും കാളിദാസിന് ഇത് മിസ്ഫിറ്റ് ആണോ, ഇത് ഈ ക്യാരക്ടർ വേറെ ആരെങ്കിലും ചെയ്താലായിരിക്കും നന്നാവുക എന്ന് തോന്നിയെടുത്ത് നിന്ന് സെക്കൻഡ് ഹാഫിൽ അത് എന്നെ കൊണ്ട് മാറ്റി പറയിക്കാൻ കാളിദാസിന് സാധിച്ചു എന്നതാണ്. സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല പോർഷൻസ്, ക്ലൈമാക്സിൽ കാളിദാസിൻ്റെ ഒരു വൺ മാൻ ഷോ എന്നൊക്കെ രീതിയിൽ വിളിക്കാൻ പറ്റുന്ന അതിലൊരു ജയറാം റെഫറൻസ് ഉണ്ടല്ലേ, വൺ മാൻ ഷോ. ആ ഒരു വൺ മാൻ ഷോ റെഫറൻസ് ഉള്ള ഒരു സീനുണ്ട്. അതിൽ കാളിദാസിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് പുള്ളി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ് ഗിവൺ ഹിസ് എഫേർട്ട്, അത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്നാൽ പോലും അത് കഴിഞ്ഞിട്ട് ഒരു ഷോട്ടിൽ വന്ന് ജയറാം വേണ്ട മൊത്തം ഇമോഷൻസ് അങ്ങ് തൂക്കിയെടുക്കുക എന്നൊക്കെ പറയത്തില്ല, അത് ഭയങ്കര രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാറ്റമോസ് ഗെയിമാണ് ഇരുവരും തമ്മിലുള്ളത്. അത് ഭയങ്കര രസമായിട്ട് വർക്കായി. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് എനിക്ക് ഇതിനകത്ത് വർക്കായ കാര്യങ്ങൾ എന്ന് പറയുന്നത് പഴയ ജയറാം സിനിമകളുടെ റെഫറൻസുകളാണ്. ഇപ്പോൾ ഇതിനകത്ത് സലാം കാശ്മീരിൽ ആ പാപ്പ മ്യൂസിക് ഉണ്ട്, മറ്റേ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ ചെല്ലക്കാറ്റിയുടെ ബീജിയം ഉണ്ട്. അത് വരുമ്പോൾ ഭയങ്കര രസമാണ്. അത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഷാർജ ടു ഷാർജയിലെ പാട്ടുണ്ട്. കൂടുതൽ സ്പോയിൽ ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ വരുന്ന പ്ലേസ്മെന്റ് നല്ല രസമുണ്ട്. ചുമ്മാ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആഡ് ചെയ്യുമ്പോഴേക്കും അത് വർക്കാവുന്ന രീതിയിൽ ആഡ് ചെയ്യുക. അത് വർക്കാവുന്ന രീതിയിൽ തന്നെ ആഡ് ആയിട്ടുണ്ട്. അത് തിയേറ്ററിൽ നല്ല രസമുണ്ടായിരുന്നു, നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു എന്ന് വേണം തന്നെ പറയാൻ. ഗോകുലം ഗോപാലനാണ് എൻ്റെ പ്രൊഡക്ഷൻ. ശ്രീഗോകുലം മൂവീസിന് നല്ലൊരു പ്രൊഡക്ഷൻ വെഞ്ചറായിട്ട് ആശകളായിരം മാറും. ആൻഡ് ഇതൊരു ടോട്ടലി ഫാമിലി പടമാണ്, ഇതൊരു കംപ്ലീറ്റ് ഫാമിലി പടമാണ്. അങ്ങനെ ഇപ്പം തമാശകളിൽ പോലും അങ്ങനെ ഡബിൾ മീനിങ് ഡയലോഗുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ക്ലീൻ ഹ്യൂമറാണ്. ജയറാം വേട്ടൻ്റെ പല എക്സ്പ്രഷൻസും കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം ഒരു ഓഡിയൻ എന്ന രീതിയിൽ ഉണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സനൽദേവാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ പാട്ടിൽ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് വർക്കുകൾ നല്ല രസമുണ്ടായിട്ട് തോന്നി. ബിജിഎംസ് നല്ല രസമായിരുന്നു. പ്രജിത്തിന്റെ പടമാണ്. എനിക്ക് തോന്നുന്നു പ്രജിത്ത് ആഫ്റ്റർ വടക്കൻ സെൽഫി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അത് തിയേറ്ററിൽ വലിയ വിജയമായില്ല. ഐ ഹോപ്പ് ദിസ് ടേൺസ് അറൗണ്ട്. ആൻഡ് ഇത് ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കാനുള്ള എല്ലാ ഐറ്റവും ഉണ്ട് ഈ പടത്തിൽ. ഇത് ഫാമിലി ഓഡിയൻസിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പടമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇൻ ദ ടൈം വെൻ ഫാമിലി ഓഡിയൻസുകൾക്ക് ഏതൊക്കെ പടം ചൂസ് ചെയ്യണമെന്ന് 3-4 വട്ടം ചിന്തിച്ചെടുത്ത് ഒരൊറ്റ കാര്യം കൊണ്ട് ഈ പടത്തിന് കയറാം. ബിക്കോസ് ഇറ്റ്സ് എ ജയറാം ഫിലിം എന്നതുള്ള ആ ഒരു ടാഗ് ലൈനിൽ ഉണ്ട്. ഇതിനകത്ത് മാസ് സ്കൂൾ റെഫറൻസുകൾ എല്ലാം ഉണ്ട്. ഇത് പല ജയറാം സിനിമകളുടെ റെഫറൻസുകളുണ്ട്. ഇത് എനിക്ക് രണ്ടാമത് കാണുമ്പോഴേക്കും കുറച്ചുകൂടെ റെഫറൻസുകൾ പലയിടത്തായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കണക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു ജയറാം പടത്തിനുള്ള എല്ലാ ഇമോഷൻസും ഉള്ള ഒരു പഴയ ജയറാം സിനിമകൾക്ക് കാണുന്ന അതേ ടെംപ്ലേറ്റ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ കാര്യം ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ തന്നെ ജയറാമും കാളിദാസും മാറി പറഞ്ഞ ഒരു കാര്യം, ഇത് വമ്പൻ പടമാണെന്നൊന്നും ഞങ്ങൾ ആരുടെടുത്തും ഒന്നും പറയുന്നില്ല, ഇതൊരു കുഞ്ഞു സിനിമയാണ്. കാളിദാസ് പറഞ്ഞത് ഇതൊരു പഴയ ജയറാം സിനിമകളുടെ ഫ്ലേവർ നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. ഈ 2 വാക്കുകളോടും അവർ 100 അല്ല 200% നീതി പുലർത്തിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വന്ന് തള്ളാതെ വളരെ കാര്യഗൗരവത്തോടെ പ്രേക്ഷകന്റെ പൈസയെ അങ്ങനെ രീതിയിൽ കണ്ട് ഇന്റർവ്യൂവിൽ വന്നിരുന്നത് പോലെ തന്നെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആശകളായിരം. സിനിമ കണ്ടവരാണെങ്കിലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് വിപരീതമാണെങ്കിൽ അതും അറിയിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.